എന്താണ് ചരിത്രം? നമ്മൾ പൊതുവേ മനസ്സിലാക്കിയെടുക്കുന്ന ചരിത്രം എന്താണ്? മാഷുടെ ഈ പുസ്തകം വരുന്നതോടുകൂടി എന്ത് തരത്തിലുള്ള ചരിത്ര രചനയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക, അതിലേക്ക് എന്ത് തരത്തിലുള്ള ഒരു പരിപ്രേക്ഷ്യമാണ് ഈ പുസ്തകം സംഭാവന ചെയ്തിട്ടുള്ളത് എന്ന് ചുരുക്കത്തിൽ പറയാമെന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. പുസ്തകത്തിൻ്റെ കഥ പറയാൻ, അതിന് കണ്ടൻറ്റ് ആവർത്തിക്കാനോ ഞാനിവിടെ ഉദ്ദേശിക്കുന്നില്ല. ചരിത്രം നമുക്കറിയാം. നമ്മൾ ഇന്ന് പറയുന്ന മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുന്ന ആധുനിക രീതിയിലുള്ള ചരിത്ര രചന നമുക്ക് തുടങ്ങിയിട്ട് വലിയ കാലമൊന്നും ആയിട്ടില്ല. ഒരു 19-ാം നൂറ്റാണ്ടിലൊക്കെ തുടങ്ങി. നേരത്തെ ആന്ത്രോപോളജി പറഞ്ഞതുപോലെ തന്നെ 19-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് നമുക്ക് ആധുനിക ചരിത്ര രചന സമ്പ്രദായം. അതിന് മുമ്പ് ചരിത്രം ഇല്ല എന്ന് വെച്ചാൽ ചരിത്രമൊക്കെ ഉണ്ട്, അതിൻ്റെതായ പരിപ്രേക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യകാരണ ബന്ധത്തോടു കൂടി ഒരു സത്യത്തെ അവതരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ചരിത്ര രചനാ സമ്പ്രദായം തുടങ്ങിയിട്ട് 19-ാം നൂറ്റാണ്ടിലാണ്. നമ്മൾ പൊതുവെ അങ്ങനെ പറയും. ബെർലിൻ റവല്യൂഷനാണ് അതിൻ്റെ കാര്യമെന്ന് പറയും. നമുക്കതിന് മുന്നേ ചരിത്രം ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ എല്ലാ ഡിസ്കഷൻ വലിയ രീതിയിൽ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മലയാളിയുടെ ചരിത്ര ബോധത്തിനെ കുറിച്ച് രാഘവവാര്യരും കേശവൻ വെളുത്താട്ടും ഒക്കെ എഴുതിയത് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കേരളോൽപ്പത്തി എങ്ങനെയാണ് കേരളത്തിൻ്റെ ചരിത്ര ബോധത്തിൻ്റെ ബോധമായി മാറുന്നത് എന്നൊക്കെയുള്ളതെല്ലാം പഠനങ്ങൾ. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ ചരിത്ര രചന തുടങ്ങിയപ്പോഴേക്കും ഏത് രീതിയിലാണ് ചരിത്രം, അതിൻ്റെ കീ പോയിൻ്റ് എന്തായിരിക്കണം എന്നുള്ളത് ഒരു ചർച്ചയായിരുന്നു. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ നമുക്ക് കിട്ടിയിരുന്ന ചരിത്രം മുഴുവൻ ബയോഗ്രഫിക്കൽ ആയിട്ടാണ്. വ്യക്തികളുടെ അവദാനങ്ങൾ വാഴ്ത്തുന്ന രീതിയിലുള്ള ചരിത്രങ്ങളാണ് നമുക്ക് ഉണ്ടായി വന്നത്. അത് ഒന്നിക്കൽ ഏതെങ്കിലും രാജാക്കന്മാരെ കുറിച്ചിട്ടായിരിക്കാം. നമ്മളതിൻ്റെ സ്കൂളൊക്കെ പഠിച്ചിട്ടുള്ള മാർത്താണ്ഡവർമ്മയുടെ അക്ബറിൻ്റെ ഭരണപരിഷ്കാരങ്ങളൊക്കെ വരുന്നത് ഏതാണെങ്കിൽ അശോക ദ ഗ്രേറ്റ്, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അക്ബർ ദ മുഗൾ എംപറർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പുസ്തകങ്ങൾ ആ കാലങ്ങളിൽ ഉണ്ടായി വരുന്നുണ്ട്. അത് ഒരു ഭാഗത്ത് ഇങ്ങനെയാണ്, വേറൊരു ഭാഗത്ത് റോബർട്ട് ക്ലൈവ്, വില്യം ബെൻഡിക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേറെ കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ ഹിസ്റ്ററി വേറെയും എഴുതുന്നത്. ഇതിൽ ബയോഗ്രഫിയാണ് കീ ഐഡിയ എന്നുള്ള രീതിയിലായിരുന്നു ചരിത്രം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ വ്യക്തികളെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചരിത്രമാവില്ല. ചരിത്രം എന്ന് പറയുന്നത് വലിയ വലിയ സംഭവങ്ങളുടെ നറേറ്റീവാണ് എന്നുള്ള രീതിയിലേക്ക് വരും. അങ്ങനെ ബയോഗ്രഫിയിൽ നിന്നും മെല്ലെ ഈവൻറ്റിലേക്ക് ചരിത്രം എഴുത്തിൻ്റെ രീതി മാറുന്നു. ഈവൻറ്റിന് അങ്ങനെ നമുക്ക് എല്ലാ വലിയ വലിയ സംഭവങ്ങളെക്കുറിച്ചുള്ള ചരിത്രങ്ങളും ഉണ്ടായി വരാൻ വേണ്ടി തുടങ്ങി. ഫ്രഞ്ച് റവല്യൂഷൻ ആയിക്കോട്ടെ, റഷ്യൻ റവല്യൂഷൻ ആയിക്കോട്ടെ, അങ്ങനെയുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പാനിപ്പത്ത് യുദ്ധത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പൂക്കോട്ടൂർ യുദ്ധത്തിനെ കുറിച്ചിട്ടോ ഒക്കെ എഴുതാൻ തുടങ്ങുന്നത് ഈവൻ്റാണ് ചരിത്രത്തിൻ്റെ കേന്ദ്ര കഥാപാത്രം. അതിനെ വിവരിക്കുന്നതാണ് ചരിത്രം എന്നുള്ള രീതിയിലേക്കും കടന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാം. അതിനെയും മെല്ലെ ചാലഞ്ച് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ചും അതിന് കോണ്ടെക്സ്റ്റൊക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് പറയാൻ സമയമില്ല. അതുകൊണ്ട് മൂന്നാമത് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ഈ വ്യക്തികളെക്കുറിച്ചിട്ടോ സംഭവങ്ങളെക്കുറിച്ചിട്ടോ അല്ല ചരിത്രം പറയേണ്ടത്. പകരം ഏത് തരത്തിലുള്ള സാമൂഹ്യ ഘടനയാണ് ഉണ്ടായത്, സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടി തുടങ്ങുകയാണ്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള സ്ട്രക്ചറിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ മനുഷ്യന് ഉണ്ടായി വരുന്നുണ്ട്, എന്തുകൊണ്ടാണ് ചിലവർക്ക് ദാരിദ്ര്യം ഉണ്ടാവുന്നത്, ചിലവർ എങ്ങനെയാണ് അഫ്ലുവൻറ്റ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറുന്നത്, ചിലവർ എങ്ങനെയാണ് സ്വയം കർത്തൃത്വമുള്ളവരായി നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് ചിലർക്ക് അത്തരം കർത്തൃത്വങ്ങൾ ഇല്ലാതെ പോകുന്നത് തുടങ്ങിയുള്ള സംസാരങ്ങൾ ഉണ്ടാവുന്നു. ആരാണ് ചരിത്രത്തിൻ്റെ മൂവേഴ്സായിട്ട് നിൽക്കുന്നതെന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേക്കും എന്താണ് സ്ട്രക്ചേഴ്സ് എന്നുള്ളത്, അങ്ങനെയാണ് നമ്മൾ മോഡ് ഓഫ് പ്രൊഡക്ഷൻസിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങുന്നത്. എന്താണ് ഫ്യൂഡൽ സൊസൈറ്റി, എന്താണ് സ്ലേവ് സൊസൈറ്റി, എന്താണ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി, എന്താണ് കൊളോണിയലിസം തുടങ്ങിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ആണ് ചോദിച്ച് തുടങ്ങുന്നത് എന്നർത്ഥം. ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്തായിട്ട് സ്ട്രക്ചേഴ്സിനെയും അപ്പുറത്തേക്ക് നമ്മൾ ചരിത്ര രചനയുടെ അപ്പുറത്തുള്ള ചില കാര്യങ്ങളാണ് ചരിത്രത്തിൻ്റെ കേന്ദ്രമായി വരേണ്ടതെന്ന് പറയുമ്പോഴാണ് ഡിസ്കോഴ്സ് എന്ന് പറയുന്ന സംഗതി കൂടി കടന്നു വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് വ്യവഹാരങ്ങളിലൂടെ ചിലതരം കാര്യങ്ങൾ നിർമ്മിച്ചെടുക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് കടന്നു വരുന്നുണ്ടെന്നാണ്. അപ്പോൾ ബയോഗ്രഫി, ഈവൻറ്റ്, സ്ട്രക്ചേഴ്സ് ആൻഡ് ഡിസ്കോഴ്സ് എന്നുള്ള രീതിയിലേക്ക് ചരിത്രത്തിൻ്റെ രചനാ പദ്ധതിയുടെ കേന്ദ്ര ബിന്ദു ഇങ്ങനെ മാറി മാറി വരുന്നത് കാണാം.
ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് വന്നു എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. ഇപ്പോഴും നമുക്ക് ബയോഗ്രഫികൾ ഉണ്ടാക്കുന്നത്. രാമചന്ദ്ര ഗുഹ ചരിത്രം എഴുതുന്ന സമയത്ത് പലപ്പോഴും ബയോഗ്രഫി അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന മോട്ടീവായിട്ട് നിലനിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈവൻറ്റ്സ് ഇപ്പോഴും നമുക്ക് വലിയ വലിയ ഈവൻറ്റ്സിനെ കുറിച്ചിട്ട്, പക്ഷേ അതിൻ്റെ നറേറ്റീവ്സ് പ്രസൻറ്റേഷനിലും കാഴ്ചപ്പാടിലും ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നർത്ഥം. ഈ കോണ്ടെക്സ്റ്റിലാണ് മാസ്റ്റർ പുസ്തകം വായിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടത്. വായിച്ച് തോന്നിയപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് മാസ്റ്റർ പുസ്തകം ചരിത്രപരമായി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറി നിൽക്കുന്നത് എന്നർത്ഥം. ഇതൊരു ലെവി സ്ട്രോസിൻ്റെ ഒരു ബയോഗ്രഫിക്കൽ നറേറ്റീവോ അദ്ദേഹം കണ്ട ഏതെങ്കിലും ഈവൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഈവൻറ്റിൻ്റെ വിവരണമോ ഒന്നും അല്ല. പകരം ഈ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് ചില ചരിത്ര മുഹൂർത്തങ്ങളിൽ ചില രീതിയിലുള്ള മനോനില വളർന്നു വരുന്നത് എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഇതുവഴി കഴിയും എന്നുള്ളതാണ്. ചില മെൻ്റൽ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് എമേർജ് ചെയ്ത് വരുന്നത്. ആ മെൻ്റൽ സ്ട്രക്ചർ എഴുതി വരുന്നത് ഓരോ മെൻ്റൽ സ്ട്രക്ചറും ഉണ്ടായി വരുന്നതിന് ചിലതരം ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നും ആ ഹിസ്റ്റോറിക്കൽ സിറ്റുവേഷൻ ചിലതരം കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഇത്തരത്തിലുള്ള ഒരു അനലിറ്റിക്കൽ ഫ്രെയിമിലൂടെ എന്നാണ്. അത്തരത്തിൽ നേരത്തെ ആൾക്കാർ പരിശോധിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഉണ്ട്. അത് ലെവി സ്ട്രോസിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ തന്നെ ആവണമെന്നില്ല. പ്രത്യേകിച്ച് മനൽ സ്കൂളിനെ പോലെയുള്ള ആൾക്കാരൊക്കെ അതിന് ഹിസ്റ്ററി ഓഫ് മെൻറ്റാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. അതിന് മുന്നേ തന്നെ ദുർഖേമിയൻ സോഷ്യോളജിക്കകത്തായാലും ശരി, പിന്നീടുണ്ടായിരുന്ന ഇപ്പം കൾച്ചറൽ മെമ്മറിയുടെയും സോഷ്യൽ മെമ്മറിയുടെയും ആൾക്കാരൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഹോൾബാക്ക് എന്ന് പറയുന്ന കക്ഷിയുടെയൊക്കെ അനാലിസിസിലും ഇത്തരത്തിലുള്ള മെൻറ്റാലിറ്റിയെ മനസ്സിലാക്കിയെടുക്കാനുള്ള സംഗതികളുണ്ടായിരുന്നു. പക്ഷേ ഹിസ്റ്ററിയിലധികം കണ്ടിട്ട് ഈ പഠനത്തിൽ നമുക്ക് അത്തരത്തിലൊരു മെൻ്റൽ സ്ട്രക്ചർ എങ്ങനെയാണ് പ്രത്യേക സമയത്ത് ഉണ്ടായി വരുന്നത്, ഹിസ്റ്റോറിക്കലി അത് സിറ്റുവേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്. നേരത്തെ പറഞ്ഞു ഇത് ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് ഡിനൈ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളൊരു പ്രശ്നം നേരത്തെ ചർച്ചയ്ക്കകത്ത് കിടക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഡിനയലിന് അപ്പുറത്തേക്ക് ഒരു സിറ്റുവേഷനുണ്ട് എന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു ഹിസ്റ്ററി ഓഫ് മെൻറ്റാലിറ്റി എന്നുള്ള രീതിയിലേക്കും ഹിസ്റ്ററി ഓഫ് ഐഡിയ എന്നുള്ള രീതിയിലേക്കും വളർത്തിയെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ പുസ്തകം നമുക്ക് ചില ഇൻഡിക്കേഷൻസ് തരുന്നുണ്ട്. അത് പൂർണ്ണമായ അർത്ഥത്തിൽ അത് അങ്ങനെ ഉണ്ടായി വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ഈ പുസ്തകത്തിനെ വായിക്കാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹിസ്റ്ററി ഓഫ് മെൻറ്റാലിറ്റി എന്നുള്ളതോ ഹിസ്റ്ററി ഓഫ് ഐഡിയ എന്നുള്ള രീതിയിലേക്കോ വളർത്തിയെടുക്കാൻ കഴിയുന്ന ചില ഫ്രെയിമുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കടമെടുക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ളത്. അത് എങ്ങനെയാണ് ഇതിനകത്തൂടെ എനിക്ക് തോന്നിയത് എന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ട് വേഗം അവസാനിപ്പിക്കുകയും ചെയ്യാം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതല്ലാതെ ഇതിനകത്ത് വേറൊരു ലേഖനമുണ്ട്. വയനാട്ട് കുലവൻ്റെയും കണ്ടനാർ കേളൻ്റെയും പുരാവൃത്തങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ടുള്ള മറ്റൊരു ഒരു ചാപ്റ്റർ ഇതിനകത്തുണ്ട്. എങ്ങനെയാണ് ചില തരത്തിലുള്ള ചില കമ്മ്യൂണിറ്റിയുടെ ചിലതരം വിശ്വാസങ്ങൾ, ചിലതരം ആക്ടിവിറ്റീസ്, ചിലതരം പ്രാക്ടീസിന് നിദാനമായി മാറുന്ന ഐഡിയ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഐഡിയ നമുക്ക് എവിടെ നിന്ന് കണ്ടെത്താൻ കഴിയും എന്നുള്ളതിനെ കാണിക്കുന്നൊരു ലേഖനവും ഇതിനകത്തുണ്ട്. അതും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വായിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ പറയുന്ന സമയത്ത് രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനകത്തൂടെ കടന്നു വരുന്നത് കാണാം, പുസ്തകത്തിനകത്തൂടെ കാണുന്നത്. ഒന്ന്, എടശ്ശേരിയുടെ, ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയും, എടശ്ശേരിയുടെ കവിതകളാണ് ഇതിനകത്ത് നോക്കുന്നത്. പ്രത്യേകിച്ചും രണ്ട് കവിതകളാണെന്ന് നിങ്ങൾക്കറിയാം. എടശ്ശേരിയുടെ ഒരു ഡിലേമ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു പ്രത്യേക മൊമെൻറ്റിൽ പ്രവർത്തിക്കേണ്ടി വരുന്നത്, അതിൻ്റെ മുകളിലുള്ള റിപ്പൻഡിങ്, അതിൻ്റെ മുകളിലുള്ള ഒരു റിപ്പൻഡിങ് എന്ന് ഞാൻ ബ്രാക്കറ്റിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു തരത്തിലുള്ള അതുണ്ടാക്കിയെടുക്കുന്ന ഒരു ഡിലേമ എങ്ങനെയാണ് അദ്ദേഹത്തിനെ ഭരിക്കുന്നത് എന്ന് കാണുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലത്ത്, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ
ഇവിടെ ഉണ്ടായിരുന്ന സാമൂഹ്യ നവീകരണ പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ ഭാഗമായി ഉണ്ടായി വരുന്ന ഒരു മനോനിലയും അത് ഡിസിമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആശയത്തിൻ്റെ ലോകവും ഇതിനകത്തുണ്ട്. അത് ശരിക്കും ഹിസ്റ്റോറിക്കലി എംബോഡീഡ് ആയതല്ല. അത് കണ്ടംപററി ആയിട്ടുള്ള, നമ്മൾ നേരത്തെ ഹരി പറഞ്ഞതുപോലെ ബോർദിയോനെ നമുക്ക് അവിടെ കടമെടുക്കാൻ പറ്റുകയാണ്. ബോർദിയോ ഹാബിറ്റസ് ഉണ്ടാകുന്നതിനെ കുറിച്ച് പ്രത്യേകതരം മെൻ്റൽ സ്ട്രക്ചർ ഉണ്ടാകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ 2 തരം കാര്യങ്ങൾ പറയുന്നു. ഒന്ന് ഹിസ്റ്റോറിക്കലി എംബോഡീഡ് ആയതും അത് കണ്ടംപററി ആയ സ്ട്രക്ചറിൽ നിന്നുള്ള റിലേഷനിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഹാബിറ്റസ് ഉണ്ടായി വരുന്നത് എന്ന് പറയും. 2 ഘടകങ്ങളും ഒരുപോലെ പ്രവർത്തിക്കുന്ന സമയത്താണ് നമ്മളിൽ ഒരു പ്രത്യേകതരം മെൻറ്റാലിറ്റി ഉണ്ടായി വരുന്നത്. അതിനെ ഹാബിറ്റസ് എന്ന് അദ്ദേഹം വിളിക്കുന്നുണ്ട്. അതുപോലെ ഈ ഇവിടെ പറയുന്ന മെൻറ്റാലിറ്റി ഇടശ്ശേരിയുടെ ഒരു പ്രത്യേക അവസ്ഥയുണ്ടാക്കിയെടുത്തുള്ള ഒരു ഡിലമിക് ആയിട്ടുള്ള ഈ മെൻറ്റാലിറ്റി ഉണ്ടായി വരുന്നത് ആദ്യ ഘട്ടത്തിൽ നമുക്ക് കാണുന്നത് കണ്ടംപററി ആയിട്ടുള്ള സാമൂഹ്യ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നിലവിലുള്ള പ്രാക്ടീസുമായി എൻഗേജ് ചെയ്യപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു സംഗതിയുണ്ട്. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കലി അദ്ദേഹത്തിന് എംബോഡീഡ് ആയിട്ടുള്ള സംഗതിയുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കണക്കിന് പറഞ്ഞ ലോഡ്ഷിപ്പ് എന്ന് പറഞ്ഞ ഒരു തരത്തിലുള്ള എലീറ്റ് മെൻറ്റാലിറ്റി ഒരു ഭാഗത്തുണ്ടാവുന്നു. അത് ഹിസ്റ്റോറിക്കലി എംബോഡീഡ് ആയതാണ്. അതേ സമയത്ത് കണ്ടംപററി ലൈഫുമായിട്ട് അദ്ദേഹം എൻഗേജ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചിലതരം മാറ്റങ്ങൾ, ഇത് രണ്ടും കൂടി ചേർന്നിട്ടുണ്ടാകുന്ന ഒരു ഹാബിറ്റസിനെ കുറിച്ചിട്ടാണ് അത് പറയുന്നത്. ഇത് മനസ്സിലാക്കിയെടുക്കാൻ ഈ പുസ്തകത്തിലെ മെത്തഡോളജി നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് ഈ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഡിലേമ എങ്ങനെയാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ളതാണ്. ഈ കൺഫ്യൂഷൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഒരു ഭാഗത്ത് പുരാവൃത്തത്തിനെ ഒരു പ്രത്യേക രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടും മറ്റൊരു സ്ഥലത്ത് പുരാവൃത്തത്തിന് ചെയ്തിട്ടും മറ്റൊന്ന് റിഫോർമേറ്റീവ് സ്പിരിറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സംഗതികളും ആണ്. ഈ 2 സംഗതികളും ഇതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ജന്മി മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ആ ജന്മി മനസ്സ് എന്ന് പറയുന്ന സാധനം അത്ര വേഗം പറിച്ചു കളയാൻ പറ്റുന്നതല്ല. അതിനോടുള്ള ചാലഞ്ച് കണ്ടിന്യൂസ്ലി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്പേസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു സംഗതി. അത് കോടതിയാവട്ടെ, അതല്ലാതെ ഒരു ഇൻ്റലക്ച്വൽ സർക്കിൾ, തൃശ്ശൂരും പൊന്നാനിയും ഒക്കെ ആയിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ സർക്കിളിനെ കുറിച്ചൊക്കെ അതിനകത്ത് പരാമർശിക്കുന്നത് കാണാം. അതിനകത്ത് നിന്നാവട്ടെ അത് ചാലഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സംഗതിയും കൊണ്ട്. അപ്പോൾ ഇതിനകത്ത് പിന്നീട് വന്നിരിക്കുന്ന ഹിസ്റ്റോറിക്കലി എംബോഡീഡ് ആയിട്ടുള്ള ഒരു ജന്മി മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉണ്ട് എങ്കിൽ, ഞാൻ അതിനകത്ത് ഉപയോഗിച്ച ഒരു പദാവലിയും ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് അവിടെ നിൽക്കട്ടെ. അത് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള സംഗതിയായി മാറുന്നുള്ളത് കൊണ്ടാണ് അതിന് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുമെന്ന് നോക്കിയത്. ഈ ഹിസ്റ്റോറിക്കലി വന്നിരിക്കുന്ന ഈ സാധനത്തിന് എൻ്റെ മുകളിൽ ഈ പേഴ്സണലായിട്ടുള്ള ആ കാലത്തിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടി വരുന്ന സമയത്ത് ഉണ്ടാവും. അതാദ്യം പുത്തൻകലവും അരിവാളും നല്ല കവിതയിലെ വളരെ റിഫോർമേറ്റീവായ, അതിന് മുന്നേ തന്നെയുള്ള പണിമുടക്കം എന്നുള്ള കവിതയിലായാലും എങ്ങനെയാണ് ഇത്രയും റിഫോർമേറ്റീവായിട്ടുള്ളൊരു സംഗതി ഉണ്ടാകുന്നത്, അത് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഒരു ഇടതുപക്ഷ ചിന്തയുടെ ആളായ അതാണ് ഐഡിയ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക തരം അതുവരെ നിലവിലുണ്ടായിരുന്ന ഐഡിയക്ക് അപ്പുറത്തേക്ക് പുതിയൊരു ഐഡിയ വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നു എന്നുള്ളതാണ് ഹിസ്റ്ററി ഓഫ് ഐഡിയ എന്നുള്ള രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് എന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചത്. ഇവിടെ ഈ ഒരു സമയത്ത് ഒരു എലീറ്റ് വിഷനകത്ത് നിന്നുകൊണ്ട് റിഫോർമേറ്റീവായ ഒരു വിഷനെ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ എന്നല്ല, അത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രശ്നം. അതിനെങ്ങനെ റിസോൾവ് ചെയ്യും എന്നുള്ള ഒരു പ്രശ്നം. അതിനെ റിസോൾവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ആ പുസ്തകവും അത്ര കൃത്യമായി അതിന് റിസോൾവ് ചെയ്യണം എന്നും നിർബന്ധമൊന്നുമില്ല എന്നുള്ളതാണ്. പകരം ഇത്തരം കാര്യങ്ങൾ റിസോൾവ് ചെയ്യാന്നുള്ളതൊരു പ്രശ്നമായിട്ട് കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല. അത്തരം സംഗതികൾ ഉണ്ട്, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, അതിൻ്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടാൽ തന്നെ ഒരു ചരിത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണമായി അത് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തുകൊണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പൊതുവെ ചരിത്രം എഴുതുക എങ്ങനെയാണ്,
വളരെ വിജയിക്കപ്പെട്ട ഒരു കാര്യമായിട്ടാണ്. നമുക്ക് എന്ത് തരത്തിലുള്ള ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കാലം വരെ നമുക്ക് കണ്ടുകൊണ്ടിരുന്നത് ഒന്നുകിൽ ഒരു വലിയ കൊളോണിയലിസം വന്നു, ഇവിടെ ആക്രമിച്ച് കീഴടക്കി പോയി, അതല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിലൂടെ നമ്മളത് തിരിച്ചു പിടിച്ചു. ഇങ്ങനെയുള്ള ഒരു കൺക്ലൂഡഡ് ആയിട്ടുള്ള ഏറ്റവും മെയിൻ സ്ട്രീം ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നോർമലി വിസിബിൾ ആയിട്ടുള്ള സംഗതികളാണ് പൊതുവെ ചരിത്രത്തിൻ്റെ ഇതായിട്ട് വരാറ്. പക്ഷേ ഇവിടെ ഒരു കൺഫ്യൂഷൻ്റെ എലമെൻറ്റിനെ കൊണ്ടുവരുന്നതോടുകൂടി സാധാരണഗതിയിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത, സത്യത്തിൽ അത് എന്ത് തരത്തിലുള്ള സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു, ആ ഒരു മെൻറ്റാലിറ്റി തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത് എങ്കിൽ, കേരളത്തിൻ്റെ മെൻറ്റാലിറ്റി അതേ രീതിയിൽ തന്നെ ഇരുന്നുവെങ്കിൽ എന്ത് തരത്തിലുള്ള കേരളത്തിനെയായിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരീഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള ചോദ്യം ചോദിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. അതൊരു സംഗതി. അത് സക്സസ്ഫുൾ ആയ തന്നെ ആവണമെന്നില്ല. അവിടെ എവിടെയും പലപ്പോഴും പല വഴിയിലും നിന്നു പോയതോ ഫെയിലിയർ ആയതായ എലമെൻ്റ് കൂടി ചരിത്രത്തിൻ്റെ ഭാഗമായി മാറണം എന്നുള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ ഇതുവഴി പറ്റുന്നുണ്ട്. ഒന്നത് കേരളത്തിൻ്റെ ചരിത്രം മറ്റൊന്നായി മാറും എന്നുള്ളത്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ്റെ കണ്ടിന്യൂറ്റിയാണോ കേരളത്തിൻ്റെ ഇന്നത്തെ കേരളത്തിൻ്റെ മാത്രമല്ല കേരളത്തിന് അപ്പുറത്തേക്കുള്ള സൊസൈറ്റിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന്. നമ്മൾ ഒരേ സമയത്ത് റിഫോമിനെ കുറിച്ച് പറയുകയും വേറൊരു സമയത്ത് റിയാക്ഷണറി ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ലാതെ പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഈ പറയുന്ന കണ്ടംപററി ആയ കേരളത്തിൻ്റെ ജീനിയോളജി കാണാൻ കഴിയുക ഇത്തരത്തിലുള്ള ചിലതരം അന്വേഷണത്തിലൂടെയാണോ എന്നും എനിക്ക് അറിയില്ല. അങ്ങനെ ആലോചിക്കാനുള്ള ഒരു പ്രേരണ കൂടി ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, ഈ പുസ്തക വായനയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് അപ്പോൾ ഒരേ സമയത്ത് ഏർലി 20th സെഞ്ച്വറിയുടെ അല്ലെങ്കിൽ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കുന്നതിനും ആ കാലത്തെ മെൻറ്റാലിറ്റിയെയും ചിലതരം മനുഷ്യരുടെ മെൻറ്റാലിറ്റിയോ അവരിലുണ്ടാക്കിയെടുക്കുന്ന ആശയത്തിൻ്റെ ലോകത്തിനെയും മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് ഇതേ സാധനത്തിന് മറ്റൊരു രീതിയിൽ കണ്ടംപററി ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ പ്രോസസ്സിൻ്റെ മനസ്സിലാക്കി നമ്മൾ എല്ലാവരും കൺഫ്യൂസ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തരത്തിലുള്ള സൊസൈറ്റിയാണ്? വേറെ തരത്തിലൊരു ചോദ്യം ചോദിക്കാറുണ്ട്. മോഡേണിറ്റി ആണ് നമ്മൾ മോഡേണിറ്റി എന്ന് പറയുന്ന നമ്മൾ മോഡേൺ സൊസൈറ്റിയായി മാറിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പലപ്പോഴും ആൾക്കാരെ ചോദിക്കാറുണ്ട്. മോഡേൺ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മോഡേൺ ആണ് എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലെങ്കിലും. പക്ഷേ പല തരത്തിൽ ഇതിനെ എന്തുകൊണ്ട് നമ്മൾ മോഡേൺ ആയിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ നേരിട്ട് ഇതുമായിട്ട് ബന്ധമില്ലാതെങ്കിലും 2-3 വാക്കുകളാണ് ഇൻകംപ്ലീറ്റ് മോഡേണിറ്റി, നെവർ ബീൻ മോഡേൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരം ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ഒരു തരം കണ്ടംപററി ആയിട്ടുള്ള സൊസൈറ്റിയെ ഉണ്ടായതിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് ഒറിജിൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിർഗമന ബിന്ദു എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ഒരു സംഗതിയെയാണോ സത്യത്തിൽ ഈ പുസ്തകത്തിൻ്റെ വായനയിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ രീതിയിലാണ് ഈ പുസ്തകത്തിന് ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഇങ്ങനെ വായിക്കാൻ കഴിയുന്നത് പേനാട് മാഷ് ലെവിസ്ട്രോസിനെ മലയാളത്തിലേക്ക് പരാവർത്തനം ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത്, അതിനെ ഈ പറയുന്ന രീതിയിൽ ഭാഷ്യം രചിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. പരാവർത്തനമാണെങ്കിൽ ഇത് പോസിബിൾ ആവുമായിരുന്നില്ല. നേരത്തെ ഹരി ചോദിച്ച ചോദ്യത്തിൻ്റെ റിലവൻസും അതുകൊണ്ടാണ്. പരാവർത്തനമാണെങ്കിൽ ഇത്തരത്തിലുള്ള വായന സാധ്യമാവുമായിരുന്നില്ല. പകരം ഇതൊരു ഭാഷ്യമായതുകൊണ്ട് തന്നെ മാഷ് സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ലെവിസ്ട്രോസിൽ തന്നെ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ അവിടെ നിന്ന് തുടങ്ങുകയും അതിനപ്പുറത്തേക്ക് ഒരു എക്സ്റ്റൻഷൻ കൂടി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആ രീതിയിൽ ഈ പുസ്തകത്തിന് വായിക്കാൻ ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ വായിക്കാൻ കഴിയും. അതാണ് ഞാൻ വായിച്ചത്. അതല്ലാതെ ഈ പുസ്തകത്തിലെ നേരത്തെ പറഞ്ഞ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആയിരുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു പുസ്തകം വായിക്കാൻ എന്നെ വീണ്ടും പ്രേരിപ്പിച്ച പേനാട് മാഷ്ക്കും ഇതിൻ്റെ സംഘാടകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.